ചാട് ചാട് ചാട്. നമ്മളിന്ന് പോവാൻ വേണ്ടി പോകുന്നപ്പോ മൊത്തത്തിൽ മഴ പോകുന്നത്. ചാടാതെ രക്ഷയില്ലല്ലോ. ഓക്കെ നീ മുഴുവൻ നനച്ച് ചാടിക്കോ. രക്ഷയുള്ളൂ. അയ്യോ ഇങ്ങോട്ട് അതാ ഈ പൊട്ടൻ. ഗായ്സ് അങ്ങനെ നമ്മളിത് നമ്മുടെ ആദിയോഗിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പം അമ്മച്ചി ആദ്യമേ മഴയത്ത് ഇറങ്ങി ഓടി. അതെ ഞങ്ങളൊക്കെ ഓക്കെ വണ്ടി മാറി കയറി നന്നാവും അമ്മേ. അപ്പൊ ഗായ്സ് ഭയങ്കര കാറ്റാണ്. നിങ്ങളൊക്കെ എന്ത് സർക്കസാണ് കാണിക്കുന്നത് ഗൈസ്? എന്താ ഒരു കാണിക്കുന്നത് മനസ്സിലാവില്ല ഗൈസ്. ഭയങ്കര കാറ്റാണ്. കാറ്റിന്റെ വെള്ളം എന്റെ ഹെയർ സ്റ്റൈലിൽ കളയുന്നുണ്ട്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നെ ഒന്ന് കൂച്ചോടാൻ ഓടിക്കടാ. അപ്പൊ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നത് നമ്മുടെ ശിവനെ ഞാൻ കാണിച്ചുതരാം. എന്റെ എന്നെ ഇതേടെ നനയ്ക്കുന്നത്. എന്റെ തലയിൽ കൊട കെട്ടി വെക്കുക ഗൈസ്. അയ്യോ നിന്നെ ഞാൻ കൊട പിടിപ്പിച്ചില്ലല്ലേ? നമ്മളെ നോക്കുന്നുണ്ട്. തൊടയോ? ഹായ് ഗായ്സേ, നമ്മുടെ ശിവൻ കറക്റ്റ് കാണിക്കേ. ഈ കാലത്ത് എനിക്കറിയത്തില്ല നമ്മളോട് ഇതിനോട്. ദൈവമേ ഇനിയിപ്പോ നേരെ പോയിട്ട് അപ്പുറത്തൂടി പോകാനാണോ? ദൈവമേ ഇനിയിപ്പോ നമ്മൾ ഇതിലൂടെ പോകുന്നേ. ഈശ്വര കുഞ്ഞാച്ചി, നമ്മുടെ മമ്മേനെ അമ്മച്ചീനെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിങ്ങനെയുള്ള കുറെ അരുവികളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കടന്നു വേണം നമുക്ക് ചാടി ചാടി വരാൻ വേണ്ടിട്ട്. അത് തന്നെ അവസ്ഥയാണ് കേട്ടോ, മോശം അവസ്ഥയാണ്. മഴ പോയി ഇപ്പൊ കാറ്റാ വന്നിരിക്കുന്നേ. അമ്പാ ഗായ്സ്, ഇതാണ് നമ്മുടെ ശിവൻ. വാ ഇനിയിപ്പോ നമ്മൾ ഈ ശിവന്റെ അടുത്തേക്ക് നമ്മൾ പോകും. എടാ ഒന്ന് എടുക്കണ. വാ അപ്പൊ നമുക്ക് അടുത്തേക്ക് പോയി നമുക്ക് ശരിക്കും കാണാം. ലെറ്റ്സ് ഗോ ഗൈസ്. എനിക്ക് ഇപ്പോഴേ കാണുമ്പോൾ അങ്ങോട്ടൊക്കെ ഓടി പോകാൻ വേണ്ടി തോന്നുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരുപാട് മനുഷ്യന്മാർ നിൽപ്പുണ്ട്. ഭയങ്കര തിരക്കാണ്. അപ്പൊ ഇവിടെ ഇഷ്ടം പോലെ ട്രാവലറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? തിരക്കാണെന്ന് നമുക്ക് ഇപ്പോഴേ പെടുന്നുണ്ട്. കാരണം അവരുടെയൊക്കെ ഇടയ്ക്ക് വിട്ടു പോകും. നമ്മുടെ ടൂറിസ്റ്റ് ആകാനും നമുക്ക് മനസ്സിലാവുന്നില്ല. നേരത്തെ വേണ്ടില്ല മാറിക്കയറില്ലെന്ന്. പിന്നെ നമ്മളെല്ലാം മുംബൈയിൽ പോയി ഇറങ്ങും. അതാണ് അവസ്ഥ. അപ്പൊ നമുക്കിത് ഇവരൊപ്പം പോവാം. എന്തായാലും മുണ്ട് പറഞ്ഞു വല്ല മരത്തിലിരിക്കുന്നുള്ള കാര്യമാണ്. അതെ, ഇനി കുഞ്ഞാച്ചിയെ തപ്പി മരത്തിനെ പോയി പിടിക്കും. ഗായ്സ് അപ്പം നമ്മളിത് നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നോക്കിക്കേ വെയിലും വരുന്നുണ്ട്, അതിൻ്റെ ഒപ്പം കാറ്റും വരുന്നുണ്ട്. കാലാവസ്ഥ വളരെ മോശമാണ് അല്ലേ മമ്മേ? അല്ലേ? അമ്മയ്ക്ക് മാറില്ലടാ. എന്തിനാണോ എന്റെ ശശിയാണ് ഇത് എന്നൊരു ഗായ്സ്. അവിടെ നോക്ക്, മഞ്ഞിന്റെ പൊക്കത്തൊക്കെ കോട ഇങ്ങനെ ഇറങ്ങി വരുന്ന കാഴ്ചയാണ് ഗായ്സ് നമ്മൾ കാണുന്നത്. അടിപൊളി കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ ഈ കുന്നുകളുടെ താഴ്വാരത്താണ് നമ്മുടെ ശിവന്റെ ആദിയോഗി ആ പോസ്റ്റർ ഉള്ളത്. അപ്പൊ നമുക്ക് അവരെവിടെ അമ്മേനെ അമ്മച്ചീനാണ് മിനിറ്റുകൾക്കുള്ളിൽ കാണാതെയാവും. അതാണ് അവരുടെ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്റെ ദൈവമേ നോക്കി മരം. എന്റെ ദൈവമേ എന്നെ ഒരു കാറ്റാണ്. ഈശ്വരൻ ഇപ്പൊ നമ്മുടെ തൊട്ടിലല്ലേ മരത്തിന്റെ ഉള്ളിൽ കൊണ്ടുവെക്കുവോ? നോക്കുക ഞങ്ങളുടെ മുണ്ടൊക്കെ അവസ്ഥയാണ്. അപ്പൊ നമുക്ക് അകത്തേക്ക് പോവാം. എന്റെ മോനെ രക്ഷയില്ലാത്ത കാറ്റ്. ക്യാൻറ്റീൻ എന്തൊക്കെയാണ് മരം ഞാൻ നിൽക്കുന്നത് സമ്മതിക്കണം കേട്ടോ. നല്ല പവറുള്ള മരമാണ്. അപ്പോൾ നമ്മുടെ ആദിയോഗി ശിവന്റെ ഈ പ്രതിമ വരുന്നത് നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ അരികിലായി വെള്ളിയാങ്കരി മലനിരകളുടെ താഴ്വാരത്തിലുള്ള
സ്ഥലത്താണ്. അപ്പം ആ താഴ്വാരത്തിലാണ് കേട്ടോ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ പ്രതിമ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ടത്തിൻ്റെ മേഖല ആയതുകൊണ്ട് തന്നെ ആണ് ഇത്രയും കാറ്റ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പം ഇപ്പം മഴേൻ്റെ ടൈമും കൂടി ആയതുകൊണ്ട് മഴയും അതിനൊപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയൂലേ. അപ്പം മഴയും കാറ്റും കൂടിയാണ് നമ്മളിപ്പം എന്താ പറയുക അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെയിലിൻ്റെ ടൈമിൽ വന്നാലും നല്ല ചുട്ടുപൊള്ളുന്ന വെയിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അടിക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് കാറ്റിൻ്റെയും മഴേൻ്റെയും കാര്യം. അപ്പോൾ ഇവിടെ എപ്പോഴും തന്നെ ഇങ്ങനെ ഒരു കാറ്റായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല കൂളിംഗ് ആയിട്ടുണ്ട്. ആദിയോഗി സ്റ്റോർ എന്നാണ് നമ്മുടെ ഷോപ്പിന്റെ പേര് തന്നെ വന്നിട്ട്. കണ്ണാടിയില്ലാത്തതിന്റെ കുറവാന്ന് തോന്നുന്നു. ഗായ്സ്, അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തുമാത്രം കാറ്റാണ് അടിക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ എന്നെ പറത്തിക്കൊണ്ട് പോയി നമ്മുടെ ശിവന്റെ തലയിൽ വെക്കേണ്ട പോലത്തെ കാറ്റാണ് ഗായ്സ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് കാറ്റാണ്. അപ്പം ഈ ഒരു കാറ്റിൽ ആ മലനിരകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരിക്കും. അതിമനോഹരമാണ്. കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്ന കാഴ്ചയും അതിലപ്പുറമാണ്. നമ്മളൊന്നും ചെയ്യുമോ നമുക്കറിയത്തില്ല. കാരണം അവരെ കൊമ്പാണ് ദൈവമേ, അത് വെച്ചൊരു കുത്ത് കിട്ടി എന്താ ഇവിടെ അതൊക്കെ എടുത്തറിയോ. കാതൊക്കെ കുട്ടിയ ഫുഡൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഫുഡ് വാങ്ങിയിട്ട് നമുക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റും. നോക്ക് നോക്ക് നോക്ക്, ഞാനിവിടെ നിൽക്കി നിൽക്ക് കാണത്തില്ല. അത് ഭയങ്കര എന്തൊക്കെയാ നടക്കുന്നത്? അത് അമ്മച്ചെന്ന് കാണാനോ ഗായ്സ്, നിങ്ങളൊന്നും ഓർക്കുന്നത് എന്തൊക്കെയോ നടക്കുന്നത്. നമുക്ക് തന്നെ തിരിയുന്നില്ല എന്താ നടക്കുന്നത്. ഇത് ആരൊക്കെയാണോ വിളിക്കുന്നത്? എനിക്ക് അറിയാണോ വിളിക്കുന്നത്? എനിക്ക് മനസ്സിലായി. മഴ പോയി. കൊട വേണ്ടെന്നിട്ട് അമ്മച്ചി കൊടയും കൊണ്ട് പോകുന്നു. ഫ്രണ്ടിലേക്ക് നമുക്ക് കുഞ്ഞേശ്വരുടെ കുറെ നടന്ന് ഞാൻ ഉണ്ടാവില്ല കേട്ടോ. ഗായ്സ്, എന്റെ മുടിയൊക്കെ നോക്ക്. ഞാനിപ്പോ ഏതോ സൂപ്പർമാനെ പോലെ ഉണ്ട്. മറ്റേ എന്താ പറയാ, മറ്റേ റോക്ക് സ്റ്റാറിനെ പോലെ ഇല്ലേ ചേച്ചി? നമുക്ക് വേഗം ശിവന്റെ അടുത്തേക്ക് പോവാം. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇവിടെ കറക്റ്റായിട്ട് നൈസ് നോക്കി കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരുന്നു. അതേപോലെ ചുറ്റും ഒരുപാട് മലകളുണ്ട്. ഇതാ അവിടെയൊക്കെ അടിപൊളിയാണ്. ഇവിടെ ഇപ്പം വന്നു കഴിഞ്ഞാൽ ഹെയർ സ്റ്റൈൽ സെറ്റാക്കിയിട്ട് ആരും വരാൻ വേണ്ടി നോക്കണ്ട. കാരണം കുടയെ നമ്മളെ അടക്കം പറത്തിക്കൊണ്ട് എവിടെയും കൊണ്ടിരുത്തും. ആ അവസ്ഥയാണ്. ഇതേ അമ്മച്ചീനൊക്കെ പറത്തിക്കൊണ്ടാണ് പോകുന്നത്. ഇത് മമ്മയ്ക്കൊക്കെ മോസ്റ്റ് കുടയും കൂടി ഡ്രസ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മേന്റെ ഹെയർ സ്റ്റൈലൊക്കെ എവിടേക്ക് പോയിന്ന് മമ്മയ്ക്ക് തന്നെ അറിയത്തില്ല. അപ്പൊ ഞാൻ നടക്കുന്നത് പറഞ്ഞു പോകുന്ന രീതിയിലാണ്. അതിന്റെ ആവശ്യമില്ല എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞു വന്നാൽ. അതെ, ഇവിടെ ശിവന്റെ അടുത്തേക്ക് നമ്മൾ പോവാണ്. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനയേ നമോ നമഃ. ഇനി ബാക്കിയൊക്കെ നമുക്ക് അടുത്തോട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നന്ദിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് എഴുതിയിരുന്നത്. ലാർജസ്റ്റ് നന്ദി ഇൻ ദ വേൾഡ്, considered completely out of the mental, it is symbolized the external way. He sits alone full of the life without expression.
അമ്മേ, ഇത് മഴ വരും, കാറ്റ് വരും, പിന്നെ വരും വെയില്. ഇത് തന്നെ ഗായ്സ് റിപ്പീറ്റ് ആണേ. ദൈവമേ, എനിക്കറിയത്തില്ല. കാലാവസ്ഥ വളരെ മോശത്തിൽ വൃത്തികെട്ട കാലാവസ്ഥ. ഇതിന്റെ സമയത്ത് വന്ന് അമ്മച്ചി പറഞ്ഞു വാച്ച് നമുക്ക് മമ്മേന്റെ ബാഗിലേക്ക് കൊടുക്കാം. മമ്മ എന്നെ ഇതാ ഒന്ന് പിടിക്കോ സെൻ ബോൾട്ട് വാച്ച്. അയ്യോ എന്താണെന്നറിയോ കൊടയിനുള്ളിൽ കയറി സമ്മതിക്കുന്നില്ലേ. സെക്കൻഡോടെ ഞാൻ മുഴുവൻ ഒന്നും പറയില്ല, കാരണം ക്യാമറമാൻ എല്ലാം കറക്റ്റ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. വാ നന്ദീന്റെ ബാക്കി എടുക്കാം. വാ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കളിപ്പാണ്. 1100 മീറ്ററിലാണ് നമ്മുടെ നന്ദീനെ എന്താ പറയാ പഞ്ഞി വെച്ചേക്കുന്നത്. എവിടെയാടാ? ഇവിടെയാണോ? ഇവിടെയാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എന്തായാലും നന്ദി ഉണ്ടാതിരിക്കില്ലല്ലോ. വെള്ളമായില്ലോ ഈശ്വര. ഈ സംഗതി നമ്മുടെ ശിവന്റെ അടുത്ത് നമ്മള് സത്യമായി നമ്മുടെ ഡ്രീം ആയിരുന്നു നമ്മൾ ഈ ശിവനെ എങ്ങനെ അടുത്ത് കാണുന്നത്. ദൈവം അത് അല്ലേ വെങ്കിലി? എന്റെ ഒരു മോസ്റ്റ് ആഗ്രഹമായിരുന്നു ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കണം, വ്ളോഗ് ഇടണം. അതുപോലെ ഈ ശിവനെ ഒന്ന് നേരിട്ട് കാണാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. സത്യം ചന്ദ്രക്കരയിൽ കയറിയിരിക്കണം എന്നാണ് ആഗ്രഹം. തമാശ അറിയാലോ, സത്യം പറഞ്ഞു. നമ്മുടെ ഈ ശിവന്റെ മേത്ത് കൂടി ഇങ്ങനെ ലേസറിന്റെ കലാവിരുദ്ധകളും കാര്യങ്ങളൊക്കെ 7 മണി ടൈമിലുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ശിവ ചില്ലിങ് വൈബായിട്ട് ലൈറ്റ് ഒക്കെ ഫുൾ ലേസറൊക്കെ വന്നിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ പറയുന്നത് കേട്ടായിരുന്നു. അപ്പൊ നമുക്കത് ഓൺ ദ വൈബിൽ എടുക്കാൻ പറ്റും, നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ആദിയോഗിയുടെ ശിവപ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലാണ് കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, നമ്മുടെ ഈ ശിവനെ എനിക്ക് അറിയാം, എങ്കിലും ഇത് എവിടെയാണ് എന്താണ് എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പം ഇഷയിലാണ് ഉള്ളതെന്നറിയാം. അപ്പം എന്താണ് ഇഷ അതൊന്നും നമുക്ക് അറിയത്തുണ്ടായിരുന്നില്ല ഗായ്സ്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്കിതിനെപ്പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടുന്നതും എന്താണെന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഗായ്സ്, നമ്മുടെ ആത്മീയ ആചാര്യൻ ജഗ്ഗി വാസുദേവന്റെ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവഭഗവാന്റെ ഏറ്റവും വലിയ ഒരു അർദ്ധകായ പ്രതിമയാണ് നമ്മുടെ ആദിയോഗി ശിവപ്രതിമ. അപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് ശില്പമായി ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ നമ്മുടെ ഈ അർദ്ധകായ നമ്മുടെ ശിവപ്രതിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്, ആദിയോഗി ശിവപ്രതിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം വെരി വെരി സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ ഒത്തിരി സ്പെഷ്യാലിറ്റികൾ അടങ്ങിയിരിക്കുന്ന ഒരു എന്താ പറയുക ശില്പമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഇത് ഹാഫാണുള്ളൂ. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ പകുതിയാണുള്ളൂ. അതാണ് ഏറ്റവും വലുതായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ താഴേക്കൊക്കെ നമുക്ക് വേണേൽ സങ്കല്പിക്കാം ശിവൻ ചമ്രം പടിഞ്ഞിരിക്കുന്നതായിട്ടോ. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം ശിവൻ ധ്യാനത്തിലാണെന്നുള്ള കാര്യം നമുക്കത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവൂലേ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ നമ്മളിതൊക്കെ ഇവിടെ വന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. സത്യം പറഞ്ഞാൽ അത് നമ്മൾ നേരിട്ട് കണ്ടാലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഫോണിൽ കാണുമ്പോൾ നമ്മൾ ഓർക്കും അത്രയ്ക്ക് വലുതൊന്നും ആയിരിക്കില്ല നമുക്ക് തോന്നും. പക്ഷേ ഈ ശിവന്റെ അടുത്ത് വന്ന് നിന്ന് കഴിഞ്ഞുണ്ടല്ലോ എൻ്റെ ഗായ്സേ, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്കും വലിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല ഞാൻ എങ്ങനെയാണ് പറയേണ്ടതെന്ന്. അപ്പം 112.4 അടി ഉയരമുള്ള ഈ പ്രതിമ 24.99 മീറ്റർ വീതിയിൽ 147 അടി നീളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തുമാത്രം ഹൈറ്റ് ഉണ്ടാവും, എന്തുമാത്രം വീതി ഉണ്ടാവും എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവൂലേ. അപ്പം ഞാൻ ഇവിടെ സത്യം പറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ശിവനെ കണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്നുപോയി, എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ വരണം, വ്ളോഗ് എടുക്കണം, വീഡിയോ ചെയ്യണം, ശിവനെ കാണണം എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം സാധിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സ്വപ്നം പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ലൈഫിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിവിടെ വരണം. കാരണം എന്താ പറയുക, വന്നിരിക്കണം, അതാണ് എൻ്റെ ഒരു ഇത്. കാരണം അത് വന്ന് എക്സ്പ്ലോർ ചെയ്താലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മുടെ ആദിയോഗി ശിവന്റെ സ്റ്റാച്ചുവിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കണ്ടില്ലേ ഒരു ചെറിയൊരു മണ്ഡപം പോലെയുണ്ട്. അപ്പോൾ അതെന്തോ
മന്ത്രങ്ങളൊക്കെ അവർ ഉച്ചരിക്കുന്നുണ്ട്. ഓം നമഃ ശിവായ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പോയി പ്രാർത്ഥിക്കുകയും നമുക്ക് നേർച്ച കൊടുക്കുകയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ശിവൻ്റെ വലിയൊരു വേറെ സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ പ്രതിമ, ഈ ശിവൻ്റെ ഈ പ്രതിമ പൂർണ്ണമായിട്ടും സ്റ്റീല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, പൂർണ്ണമായിട്ടും സ്റ്റീല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് സത്യം പറഞ്ഞതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഇഷ ഫൗണ്ടേഷൻ്റെ സ്ഥാപകനും തലവനുമായ നമ്മുടെ സദ്ഗുരു രൂപകൽപ്പന ചെയ്തതാണ്. നമ്മുടെ സദ്ഗുരുവായ ജഗ്ഗി വാസുദേവൻ, അദ്ദേഹത്തിൻ്റെ ഐഡിയയിലാണ് ഇതെല്ലാം ചെയ്തത്. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്കിത് വിശ്വസിക്കാൻ കഴിയേയില്ല. അത് നേരിട്ട് കണ്ടാൽ നമുക്ക് അത്രയും കൂടെ നമ്മൾ എന്താ പറയുക, സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടി നിന്ന് പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ. ഗായ്സ്, അപ്പോൾ നമ്മൾ മഴയത്താണ് നമ്മുടെ ശിവന്റെ അടുത്തേക്ക് നടന്നു പോകുന്നത്. അപ്പം അമ്മേനെ മാമാറ്റിനെ അമ്മച്ചിനെ കാണാതെ അവരെ തപ്പി നടക്കുമായിരുന്നു. അപ്പം നമ്മുടെ ശിവനെ എല്ലാവരും കാണുന്നുണ്ടോ? എന്നെ കാണാനിരിക്കല്ലേ, നിങ്ങൾ കാണുക സത്യമായിട്ടും ഇതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം എൻ്റെ മോസ്റ്റ് ആഗ്രഹമായിരുന്നു ഇതേപോലത്തെ ഒരു ശിവൻ നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ട് കേട്ടോ. അത് ഒരു ഇതാണ്, എന്ത് പുക ഇങ്ങനെ ഒഴുകി വരുന്ന പോലത്തെ ഒരു സാധനമാണ്. അത് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം ഇവരെ അടുത്തേക്ക് വരാം. മോസ്റ്റാണോ? ആ, കൊടുത്തുതരാം കേട്ടോ. മുകളിലേക്ക് കാണിക്കും ശിവനെ. അപ്പോൾ നമ്മളിവിടെ കുറേ പടികളുണ്ട്. അപ്പോൾ പടികൾ നമ്മൾ അടുത്തേക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ ആദിയോഗി ശിവന്റെ അടുത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം നമ്മുടെ ഈ ഉരുക്ക് പ്രതിമയാണ് നമ്മുടെ ഈ ആദിയോഗിയുടെ പ്രതിമ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ഭയങ്കര നിഗൂഢതകളും അത്ഭുതങ്ങളും നിറഞ്ഞൊരു പ്രതിമയാണ്. അപ്പം 600-ലധികം ശില്പികളും കരകൗശല വിദഗ്ധരും കൂടി ചേർന്നാണ് ഈ നമ്മുടെ ഈ പ്രതിമേനെ ഇത്രയും അടിപൊളിയാക്കി തീർത്തത്. അവരെല്ലാവരും എന്താ പറയുക, ഒത്തൊരുമയോട് ചേർന്ന് നിന്നിട്ടാണിത് ഇത്രയും സൂപ്പർബാക്കി തീർത്തത്. പിന്നെ നമ്മൾ വന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്, നമ്മുടെ ശിവൻ്റെ കഴുത്തിൽ മാല ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മുമ്പ് നോക്കി പിക്ചറിലൊക്കെ കഴുത്തിൽ രുദ്രാക്ഷത്തിൻ്റെ മാല കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ അഴിച്ചു വെച്ചത്, അറിയത്തില്ല. നമ്മൾ ആ മാല കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. രുദ്രാക്ഷത്തിൻ്റെ മാലയായിരുന്നു. കണ്ടോണ്ട് ഇങ്ങനെ നിൽക്കാൻ തന്നെ തോന്നുവാടാ. ഗായ്സ്, ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. നമുക്ക് ഈ ശിവനെ തന്നെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി നമുക്ക് നിൽക്കാൻ തോന്നും. അത്രയ്ക്ക് ഭംഗിയാണ് അത്. എനിക്ക് അറിയത്തില്ല, ഞാനത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. അത് നിങ്ങൾ പോയി തന്നെ നിങ്ങൾ കാണണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സീസൺ മഴയുള്ളതാണ്. അപ്പം ഞാൻ പറയുമ്പോൾ മഴയുള്ള സീസണിൽ വന്നാലാണ് അതിൻ്റെ ഒരു ശരിക്കും വൈബ് ആസ്വദിക്കാൻ പറ്റുള്ളൂ. കാരണം ദേഷ്യമൊക്കെ വരും, എങ്കിലും മഴയുള്ളപ്പോൾ വന്നാലാണ് അടിപൊളി. വെയിലുള്ളപ്പോൾ വന്ന് കഴിഞ്ഞാൽ നമ്മൾ കരിഞ്ഞു പൊരിഞ്ഞ് നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. അപ്പം എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിവിടെ വന്നേ പറ്റുള്ളൂ ഗായ്സ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ആദിയോഗീൻ്റെ അടുത്ത് നമുക്ക് ഏത് മതത്തിലുള്ളവർക്കും, അതായത് ജാതി മതഭേദമൊന്നുമില്ല, നമുക്ക് ഏത് മതത്തിലുള്ളവർക്കും ഇവിടെ വന്ന് നമ്മുടെ ശിവനെ കണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ശിവന്, അതായത് ഈ ആദിയോഗിയുടെ പ്രതിമയ്ക്ക് ഏകദേശം 500 ടണ്ണിൽ അധികം ഭാരവും കൂടി വരും. അതും ഒരു വലിയ സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ ടോട്ടലി വെരി വെരി ജൈൻ്റ് ആയിട്ടുള്ള, അതായത് ഞാൻ പറഞ്ഞല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ശില്പമാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, നമുക്ക് ശിവനെ ടച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ശിവനെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, അതിന് ചുറ്റും ഒരു വേലി, ശൂലം കൊണ്ട് തന്നെയുള്ളൊരു വേലി അവർ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഷാർപ്പാണ്. അപ്പം ഒരു വേലി അവർ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ശിവനെ ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പം നമുക്കിത് ശിവനെ മൊത്തത്തിലായിട്ടൊന്ന് നമുക്ക് ചുറ്റിക്കറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പം നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് നോക്കാം അല്ലേ. അപ്പം ശിവൻ്റെ ബാക്ക് സൈഡിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഫ്രണ്ട് സൈഡ് ഏകദേശം നമുക്കിപ്പോൾ പിടികിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്ത് നിൽക്കും തോറും കണ്ടില്ലേ, കറക്റ്റ് മുകളിലേക്ക്. അപ്പം നമ്മൾ അകലെ നിന്ന് നോക്കിയാലാണ് നമുക്ക് കറക്റ്റായിട്ട് ശിവൻ്റെ ആ പോസ് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഫോട്ടോ എടുക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അകലെ നിന്നാണ് കറക്റ്റായിട്ട്. നമ്മൾ ഇവിടെ വന്നാലുള്ള വലിയ സ്പെഷ്യാലിറ്റിയാണ്, നമ്മൾ എവിടെ നിന്നാലും നമ്മളെ ശിവൻ ഫേസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് തോന്നും. അതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ്. നമ്മൾ എവിടെ നിന്നാലും നമ്മളെ ശിവൻ ഇങ്ങനെ നോക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ എപ്പോഴും നമ്മുടെ നേരെയായിരിക്കും ശിവൻ ഉണ്ടാവുക. അപ്പം ടോട്ടലി വെരി 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 ഡിഫറെൻ്റ് ആണ്, വെരി അത്ഭുതവും കൂടിയാണ്. അപ്പം നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പം നമ്മുടെ ഈ ആദിയോഗി, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ക്ഷേത്രമല്ല, നമുക്കിവിടെ വന്ന് നമ്മൾ ആശ്രമത്തിലേക്കൊക്കെ പോവാം. അപ്പോൾ ഞാൻ ആശ്രമത്തിൻ്റെ കാര്യം പറഞ്ഞില്ല അല്ലേ. അപ്പോൾ ആ സൈഡിലായിട്ടാണ് നമ്മുടെ ആശ്രമം ഉള്ളത്. അപ്പോൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഒന്നും അലൗഡ് അല്ല, റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള അതിൻ്റെ ഉള്ളിലേക്ക് ടെമ്പിളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനും പഠിക്കാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ആദിയോഗി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലേ, യോഗയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം
ഈ സ്റ്റാച്ചു ഇവിടെ പണിതിരിക്കുന്നതും ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. കാരണം സ്റ്റാച്ചുവിൻ്റെ എന്താ പറയുക ഉയരത്തിൻ്റെയും അതുപോലെ തന്നെ കഴുത്തിലുള്ള പാമ്പിൻ്റെയും എല്ലാത്തിൻ്റെയും കണക്കിന് അതായത് യോഗേൻ്റെ ഓരോ കാര്യങ്ങളും ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ സ്റ്റാച്ചു ഇവിടെ പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടലി പ്രകൃതിനോട് ഇണങ്ങിയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക യോഗേനോടും അനുബന്ധിച്ചിട്ടാണ് ഈ സ്റ്റാച്ചുവിൻ്റെ അളവ് അടക്കം ഇവർ പണിതിരിക്കുന്നത്. അപ്പം ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ആണ് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ശിവൻ്റെ ബാക്ക് സൈഡിലാണുള്ളത്. ശിവൻ്റെ ജടയൊക്കെ കണ്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ കോതി വെച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത് ബാക്കിലേക്ക്. അപ്പോൾ ബാക്കിൽ വന്ന് ഞാനത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ബാക്കിലേക്ക് എന്താണെന്നും കൂടി എനിക്ക് അറിയണം എന്നുണ്ടായിരുന്നു. അപ്പോൾ വന്ന് കണ്ടിട്ട് സത്യം പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയിട്ടു. അപ്പോൾ ഇവിടുത്തെ കാറ്റിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, എൻ്റെ മുണ്ടൊക്കെ പറത്തി തലയെ കൊണ്ടിട്ടുണ്ടായിരുന്നു. മുണ്ട് കെട്ടി വെച്ചുകൊണ്ട് ഭാഗ്യമല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ സീൻ നടന്നേനെ. അപ്പം അങ്ങനെ നമ്മളിത് മൊത്തത്തിൽ റൗണ്ട് അടിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഗായ്സ് വേറൊരു അത്ഭുതം കൂടിയുണ്ട്. പ്രകൃതി ദുരന്തങ്ങളെയും കഠിനമായി കാലാവസ്ഥയെയും അതിജീവിക്കുന്നതിനാണ് ഈ സ്മാരകം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ 7 മണി, അതായത് വൈകുന്നേരം നമ്മുടെ 7 മണിക്ക് ലേസർ ഷോ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ കണ്ടില്ലേ ഒരു ഫ്രിഡ്ജ് പോലത്തെ ഒരു സാധനം സൈഡിലുണ്ട്, അത് ഫുള്ള് ലൈറ്റ്സ് ആണ്. അപ്പോൾ അത് നമ്മുടെ ശിവൻ്റെ മേത്തേക്ക് വന്ന് അടിച്ച് ശിവൻ്റെ പല രൂപങ്ങളിലും ഭാവങ്ങളിലൊക്കെ ആക്കി ലേസർ ഷോ ഉണ്ട്. അപ്പോൾ അതെന്തായാലും ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം അത് നിങ്ങൾ കാണണം, കാരണം ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് അത് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളത് ഉറപ്പായിട്ടും കാണണം, അത് നിങ്ങളത് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ വന്നത് കാണുകയും കൂടി ചെയ്യണം. കണ്ടില്ലെങ്കിൽ വളരെ 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 നഷ്ടമാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ആദിയോഗി ശിവപ്രതിമയ്ക്ക് വേറൊരു വലിയ സ്പെഷ്യാലിറ്റിയും കൂടിയുണ്ട്. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളിയാങ്കരി മലനിരകളുടെ താഴ്വാരത്തിലാണ് നമ്മുടെ ഈ ശിവൻ്റെ പ്രതിമയുള്ളതെന്ന് അറിയാമല്ലോ. അപ്പം 2 കൊല്ലം കൊണ്ടാണ് നമ്മുടെ ഈ പ്രതിമ ഡിസൈൻ ചെയ്തത്. അതുപോലെ തന്നെ 2 കൊല്ലം 8 മാസം കൊണ്ടാണ് ഇത് നിർമ്മിച്ചെടുത്തത്. അതായത് 2 കൊല്ലം കൊണ്ട് ഡിസൈൻ ചെയ്ത് 8 മാസം കൊണ്ട് നിർമ്മിച്ചതാണ് നമ്മുടെ ഈ ആദിയോഗി പ്രതിമയുടെ വേറൊരു വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല, അടിപൊളിയാണ് നമ്മുടെ ശിവൻ, നോ രക്ഷ. സത്യമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും, മോസ്റ്റ് ഇഷ്ടമാവും, രക്ഷയില്ല. സത്യമായിട്ടും മോസ്റ്റ് ആണ്. നമ്മളെന്തായാലും അടുത്തുനിന്ന് പോയി നമ്മൾ നല്ല വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു കാര്യത്തിൽ ഭയങ്കര മോസ്റ്റ് സന്തോഷമുണ്ട് ഗൈസ്. നമ്മുടെ അമ്മച്ചി ഇത് എവിടെ ഇരിക്കുകയാണല്ലേ അമ്മച്ചി? എന്താ ഞങ്ങൾ ശിവനെ ചുറ്റിനും കണ്ടു, പുറകിൽ ചടയൊക്കെ ഉണ്ട്. അടിപൊളിയാ. എല്ലാ വീഡിയോയിലും എടുത്തിട്ടുണ്ട്. എവിടെ അവരെവിടെ ഗായ്സ്? ഞാൻ പറഞ്ഞില്ല അവരെപ്പോഴും ഇങ്ങനെ കാണാതാവുന്നു. ഞാനത് ഇവിടെ ഒളിച്ചിരിക്കും കേട്ടോ, കാരണം ബാക്ക് നല്ല മഴയാ, മഴ. അപ്പൊ ഇവിടെ ശിവൻ എവിടെ പോയി? ശിവൻ ഇവിടെ ഉണ്ട് കേട്ടോ, അവിടെ ഉണ്ട്. അപ്പൊ ഞാനത് തൊട്ടടുത്തുണ്ട് കേട്ടോ. ഡാൻസിന് ആക്കിയിടും ഗായ്സ്. അപ്പോൾ നമ്മൾ റീൽസോടെ ഡാൻസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ക്യാമറ വന്നിട്ട് ചാർജിൽ ഉള്ളു 30% ആണുള്ളൂ. 30 മീൻസ് 13 ആണ് കേട്ടോ, 30 അല്ല കേട്ടോ, 13 ആണ്. ഈ മണ്ടന്മാരൊക്കെ ഇതിവിടെ നിൽക്കുന്നുണ്ട്. ചത്തോ? ഓ നോ, ഫോൺ ചത്തു. ആര് ആണോ? ധ്യാനകേന്ദ്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഗായ്സ് നമുക്ക് വീഡിയോ എടുക്കാനുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നില്ല കേട്ടോ. എൻ്റെ മമ്മ ഞാൻ നോക്കാം, അവിടെ ഇല്ല ഇതേ ഓം നമ ശിവായ ഒരു മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട് അവിടെ വെച്ചിട്ട്. അവിടേക്ക് ക്യാമറയും കൊണ്ട് വന്നപ്പോഴേക്ക് ഇങ്ങനെ ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ധ്യാന കേന്ദ്രത്തിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന്. ബട്ട് നമ്മൾക്ക് ശിവന്റെ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതിന് നോ പ്രോബ്ലം ആണ്. എങ്കിലും ഞാൻ അവിടേക്ക് വീഡിയോ എടുത്തപ്പോഴേക്ക് എൻ്റെ അടുത്ത് അവിടെ നിന്നിരുന്ന ഒരു ആരാന്നൊന്നും എനിക്കറിയില്ല, എന്നോട് വീഡിയോ എടുക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്തിനാ അവരുടെ തല എടുത്ത് വെക്കേണ്ട കാര്യമൊന്നും എനിക്കും ഇല്ലല്ലോ. പിന്നെ ഞാനത് എടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ശിവനെ എടുത്തുകൊണ്ട് വന്നത്. അപ്പം നമ്മളിനി ലേസർ ഷോ കാണാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം മഴയുണ്ട്, മഴയത്ത് എല്ലാവരും കൂടി കട്ട വെയിറ്റിംഗിലാണ് ശിവൻ്റെ ലേസർ ഷോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിനി ഓൺ ദ വേ നോക്കാം. കൂടത്തിൽ നമ്മൾ ഡ്രസ്സൊക്കെ നന്നിട്ട് തണക്കുന്നുണ്ട്. അപ്പം നമുക്ക് മുമ്പിലേക്ക് നോക്കാം. അപ്പം എങ്ങനെയാ എന്താണെന്നും നമുക്ക് അറിയത്തില്ല, ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അതിൻ്റെ വേറൊരു ത്രില്ലും കൂടി നമുക്കുണ്ട് ഗൈസ്. 1 hour later. അങ്ങനെ നമ്മുടെ ലേസർ ഷോ ഒറ്റ അടിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അതും ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ
ഒത്തിരി നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 7:15 കഴിഞ്ഞപ്പോഴാണ് ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് മഴ വന്നു. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഗായ്സ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിന് തൊട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന് ലേസർ ഷോ ഇവർ മുമ്പ് പോയപ്പോൾ എടുത്ത വീഡിയോ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ലേസർ ഷോ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ പാലാഴി കടയുന്നതും അതിൻ്റെയൊക്കെ സ്റ്റോറിയൊക്കെ വന്നിട്ടായിരുന്നു ഫസ്റ്റ് തന്നെ. ആ സ്റ്റോറി മൊത്തം ശിവൻ്റെ മേത്ത് ഇങ്ങനെ അവർ വിഷ്വലൈസ് ചെയ്യുമായിരുന്നു. അങ്ങനെ സ്റ്റോറി ബാക്ക്ഗ്രൗണ്ടിൽ പറയുകയും കൂടി ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു ഷോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ പെട്ടെന്ന് ഇവർ പെട്ടെന്ന് ഇങ്ങനെ ലേസർ വന്നിട്ട് ഇതാ ഇതേപോലെ ശിവന്റെ മേത്തേക്ക് ഇങ്ങനെ തെളിയിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് കാണിക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കണ്ട കാഴ്ച നമുക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളിയായിരുന്നു. പിന്നെ കാണികൾ ഇഷ്ടം പോലെ ഈ ലേസർ ഷോ ആയപ്പോഴേക്കും എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വന്നെന്ന് അറിയില്ല. എവിടെ നിന്നൊക്കെയോ കുറേ ആൾക്കാർ വന്നിട്ട് നിറച്ചവിടെ ആൾക്കാർ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനപ്പോൾ എല്ലാവരും കുടയൊക്കെ ചൂടി നിൽക്കുന്ന കാഴ്ചയാണല്ലോ. എല്ലാവരും കുടയൊക്കെ ചൂടി നിൽക്കുകയാണ്, മഴയാണ്. അപ്പോൾ കണ്ടോ ഗായ്സ്, ഇനിയുള്ള രംഗങ്ങൾ നിങ്ങൾ കണ്ടോ ഗായ്സ്. കാരണം അത് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം മഴ പെയ്തിട്ട് നമുക്ക് ടോട്ടലി മൊത്തം അവസ്ഥയായിരുന്നു പറഞ്ഞാൽ മൊത്തത്തിൽ അവസ്ഥയായിരുന്നു. നമുക്ക് മാത്രമല്ല എല്ലാവർക്കും കുടയില്ലാതെ കുറേ പേര് നിന്ന് കാണുന്നുണ്ട്. സത്യം പറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മഴയത്ത് വരണം. കുടയൊന്നും പാടില്ല, ഫോണും പാടില്ല. സത്യം പറഞ്ഞത് മൊത്തം ആസ്വദിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. ഒത്തിരി പേരുടെ കുടയൊക്കെ വളഞ്ഞും തിരിഞ്ഞും പോയി പറന്നൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അർദ്ധനാരീനെയാണ് കേട്ടോ. അപ്പോൾ ഓരോന്നും കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊപ്പം മഴ നമ്മളെ കൊളാക്കുമെന്ന് നമുക്കൊരു പേടിയില്ലാതെ ഇല്ല കേട്ടോ. എൻ്റെ ഗായ്സേ മഴ അത്രയ്ക്ക് കഠിനമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് കൈലാസത്തിൽ നിൽക്കുന്ന ഒരു ഫീലാണ് തോന്നിയത്. കൈലാസത്തിൽ നമ്മൾ വന്ന് ഇറങ്ങിയെന്ന് വരെ ഓർത്ത് പോയി. അപ്പം കോടമഞ്ഞും കാറ്റും മഴയും എന്തെന്നാ പറയണത്, നമ്മളെ സത്യം പറഞ്ഞാൽ ശുദ്ധികലശം ചെയ്ത പോലെയൊക്കെയാണ് ഗായ്സ് എനിക്ക് തോന്നിയത്. ഗായ്സേ കൊട കൊണ്ട് ഡാൻസ് ആയിരുന്നു അടുത്ത് നിൽക്കുന്നവരൊക്കെ. ഗായ്സ് അത്രയ്ക്ക് മഴ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മഴയായിരുന്നു. ഗായ്സ് നിങ്ങൾ വരുമെങ്കിലും മഴയുടെ സമയത്ത് പറഞ്ഞാൽ ഫോണും തലയൊന്നും എടുക്കണ്ട. നമ്മൾ ടോട്ടലി മുഴുവൻ നനഞ്ഞിട്ടുണ്ട്. ഇനി നനഞ്ഞു കുളിച്ച കോഴിനെ പോലെ പോകേണ്ട വരുമെന്ന് നമുക്കൊരു സംശയം ഇല്ലാതെ ഇല്ല. എൻ്റെ ഗായ്സേ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വാക്കുകളില്ല ഗായ്സ്. എനിക്ക് വ്യാഖ്യാനിക്കാൻ എനിക്ക് വാക്കുകൾ അത്രയ്ക്ക് അതിമനോഹരമായത്. പക്ഷെ നമുക്ക് ആ കഥ മുഴുവനായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചില്ല. ഈ പൊളിയിലെ മഞ്ഞ് പോകുന്നുണ്ടോ? മഞ്ഞും കൂടെ പോകുന്നു നോക്ക്. ഞാൻ അപ്പളേ പറഞ്ഞ ആ ലൈറ്റിൽ നിന്നാണ് ഇത് വരുന്നത്. A few moments later. എന്റെ പങ്ക മോസ് നനഞ്ഞില്ലേ ഗായ്സ്. നമ്മളെല്ലാവരും ഇത് മുഴുവൻ നോക്കട്ടെ. ഇത് മുഴുവൻ ഇത് നനഞ്ഞു കുടിച്ചു. മമ്മേ ഇവിടെ നോക്ക് മമ്മേ. മമ്മ ആകെ ഓറ്റിയൊക്കെ വരുന്നുണ്ടോ? ഓറ്റി അമ്മേ അമ്മച്ചിത് ഇതൊക്കെ നനഞ്ഞു പോവാണ്. ഞാനിത് അതിൽ അപ്പുറമായിട്ട് നനഞ്ഞേക്കുന്നത്. എൻ്റെ ബാഗൊക്കെ നനഞ്ഞ് എൻ്റെ ബാഗിൻ്റെ ഉള്ള എൻ്റെ ഫോൺ അടക്കം ഇരിക്കുന്നത് എന്തായി എന്തൊന്നും അറിയത്തില്ല. ഇത് മൊത്തം നനഞ്ഞത് നനഞ്ഞാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതോ നമ്മളെ പറത്തിക്കൊണ്ട് പോകുന്നത്. കാറ്റെന്ന് പറഞ്ഞൊരു ഒന്നൊന്നര കാറ്റ് തന്നെയാണ്. ഇതല്ലേ മഴയത്ത് എല്ലാവരും ലേസർക്ക്
കണ്ടു മതിയാക്കി എല്ലാവരും ജീവനം കൊണ്ട് ഓടുവാണ് ഗായ്സ് മഴയത്ത്. ഗായ്സേ എനിക്ക് അറിയത്തില്ല ഞാൻ എങ്ങനെ പറയണമെന്ന്. നമ്മളെ മഴ വിടാതെ പിടിച്ചേക്കുമായിരുന്നു. അങ്ങും ഇങ്ങും ഇട്ട് വട്ട് തട്ടി കാറ്റും മഴയും കൂടി നമ്മളെ കുളിപ്പിച്ച് എടുത്തിട്ട് എറിഞ്ഞ് കുളിപ്പിച്ച് ശരിയാക്കിയതേ നനഞ്ഞ കോഴി ഒന്നും അല്ലാതെ ആയിപ്പോയി. നമ്മള് എന്തെന്നാ ഞാൻ പറയണ്ടേ, കാറ്റത്താടി ഉലഞ്ഞ്. ഗായ്സ് നമ്മൾ എങ്ങനെയൊക്കെയോ ആണ് നമ്മൾ ഓടിച്ചാടി ഏതൊക്കെയോ കണ്ടം വഴി നമ്മൾ ഓടി വന്നത്. അപ്പം സത്യം പറഞ്ഞാൽ മഴ പെയ്ത് വെള്ളം ഫുള്ള് നമ്മുടെ മേത്ത് നനഞ്ഞ് നമ്മുടെ ഇന്നർ വെയേഴ്സ് അടക്കം നനഞ്ഞു. കാലിന്റെ മുട്ടിന്റെ അത്രയും വരെ വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ചവിട്ടി നമ്മളെ സർവൈവ് ചെയ്താണ് നമ്മളിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത്. കണ്ടില്ല, എല്ലാവരും നനഞ്ഞു അവിടെ കാണാൻ വന്നിരുന്ന എല്ലാവരും. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലും ഞാൻ ആ വഴിക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. ഇപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളിപ്പോ പോകുന്ന വഴി വേറെയാണ്. അപ്പൊ നമ്മള് ഇതിന്റെ ഫസ്റ്റ് ഭാഗത്തിൽ നമ്മളൊരു വഴിക്കേക്ക് ചെന്ന് കയറി. ഇപ്പൊ അവിടെ വന്നിട്ടൊരു റെഡ് കുട പിടിച്ചിട്ടുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വഴിക്ക് നിങ്ങൾ പോവല്ലോ, മറ്റേ വഴിക്ക് പോകുന്നു പറഞ്ഞു. ഇപ്പൊ നോക്ക് നമ്മൾ ആ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ ഒരു അഡ്രസ്സ് പോലും ഇല്ല, വള്ളി വരെ കെട്ടി വെച്ചിട്ടായിരുന്നു അയാൾ പോവരുതെന്ന് പറഞ്ഞത്. അപ്പൊ ദൈവം നമ്മളിപ്പോ ആ വഴിക്ക് തന്നെ വിട്ടേക്കാണ്. അപ്പൊ നമ്മള് ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മുടെ ബസ്സിന്റെ അടുത്ത് എത്തിയെന്നാണ് ഗായ്സ് അടുത്തൊരു അത്ഭുതം. ഗായ്സ് അറ്റ് ലാസ്റ്റ് നമ്മൾ ബസ് കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട്. ഗായ്സ് അപ്പം ലൈഫിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു മഴ നനയുന്നത്. അപ്പം ഗായ്സ് നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ശിവന്റെ അടുത്ത് വരുവാണെങ്കിൽ ഇതേപോലത്തെ കാലാവസ്ഥ തന്നെ വരണം. കാരണം ഈ വൈബ് നിങ്ങളും ആസ്വദിക്കണം. അത്രയ്ക്ക് രസകരമായിരുന്നു. അപ്പൊ കയ്യിൽ ഫോണും ക്യാമറ ഒന്നും കൊണ്ട് ആരും വരണ്ട കേട്ടോ. അപ്പൊ ഈ ഒരു യാത്ര നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയായി. എന്തായാലും എൻജോയ്മെന്റ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നനഞ്ഞ് ബസ്സിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇനി ബസ്സിൽ കയറി നമ്മൾ ഓൺ ദ വേ നമ്മൾ പോവാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ഓൺ ദ വേ വരും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ്. ബൈ.